ദാറ്റ് ഈസ് കൗണ്ടിങ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു നമ്പർ തരും അല്ലെങ്കിൽ രണ്ട് നമ്പർ തരും. ഒരു മാർക്കിനോ മാക്സിമം പോയ 2 മാർക്കിനോ. ഒരു മാർക്കിനോ സാധാരണ ചോദിക്കാറുള്ളത്. അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നാണ് നമ്മോട് ചോദിക്കാൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റൂൾസ് വേണം, നമുക്കിവിടെ റൂൾസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. റൂൾസ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. റൂൾസ് 4000 ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000ലെ ഈ 3 സീറോസും എന്തല്ല, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഇതേ 4000നെ ഞാൻ എന്ത് എഴുതുന്ന 4.0 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അതിന് മനസ്സിലായോ? അപ്പൊ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാവരും എന്തായിട്ട് മാറും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് മാറും. ഒരു ഐഡിയയിലേക്ക് പോകാം. ഇനി വീണ്ടും ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇതിപ്പോ 4001 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ചെയ്യും? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. കാര്യം ഇതിന്റെ അറ്റത്തെ 2 നമ്പേഴ്സും എന്താണ്? നോൺ സീറോ ഡിജിറ്റ്സ് ആണ്, സീറോ അല്ലാത്ത. അപ്പോ അതിനിടയിൽ സീറോസ് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുക? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ 3 നിയമങ്ങൾ, ഞാൻ ഈ 3 എണ്ണത്തിന് 3 നിയമങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിയമം നമുക്ക് വേണമെന്നില്ല, നമുക്ക് അത് എന്താണ് കാര്യം എന്ന് മനസ്സിലായാൽ മാത്രം മതി. അപ്പൊ ഇതിപ്പോ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്തുകൊണ്ട് എന്നുള്ളത് അതിന്റെ അവിടെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് എഴുതി വെക്കുകയും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കുട്ടികളെ? 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഞാൻ കൂടെ പറയാം. 4000 ഞാൻ ആദ്യം എഴുതി. അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നത്? 1. ഇതിലെ 3 സീറോസും എന്തല്ല? സിഗ്നിഫിക്കന്റ്. അതിന്റെ കാരണം എന്താണ്? ടെർമിനൽ സീറോസ് അഥവാ അറ്റത്തുള്ള സീറോസ്, എഡ്ജിലുള്ള സീറോ, ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഓക്കെ. ഇനി ഇവിടെ ഞാൻ എന്തിട്ടു? ഡെസിമൽ പോയിന്റ് ഇട്ടു. അപ്പം ഈ ഡെസിമൽ പോയിന്റ് ഈസ് ദസ് terminal zeros are significant. Ready? ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് എന്താ വന്നത്? നോൺ സീറോ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സീറോസ് ഒക്കെ എന്തായിട്ട് മാറും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് മാറും. If the last digit is non-zero, in between zeros are significant. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റൂൾസ് വേണ്ട. നമുക്കിത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നാലാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു നമ്പർ പരിചയപ്പെടുത്താം. 0.023. ഇത് എത്ര സിഗ്നിഫിക്കന്റ്? ഇതില് ഈ സീറോ എന്തല്ല? ഇങ്ങനെ തന്നെ ചോദിക്കാം. പോയിന്റിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ സീറോ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഈ സീറോയും എന്തല്ല? അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ്? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാനൊന്ന് മാറ്റിയിട്ടാണ് കേട്ടോ. 2.023 എന്ന് വന്നു വിചാരിക്കും. ദിസ് ഈസ് ലൈക്ക് അല്ലെ, ഇവിടെ നമ്പറിന്റെ അതിന്റെ ഇടയിലാണ് സീറോ വന്നത് അല്ലെ. അപ്പൊ ഈ എത്ര സിഗ്നിഫിക്കന്റ്? 1 2 3 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇനി വേറെ ഇതിനെ തന്നെ ഒന്നും കൂടെ ഞാൻ മോഡിഫൈ ചെയ്യുന്നു. 0.02300. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതില് ഇതും സിഗ്നിഫിക്കന്റ് അല്ല എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷേ ഇത് നോക്കിക്കടാ. 1 2 3 4. സിൻസ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ, if the decimal point is there, terminal zeros are ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന പൂജ്യങ്ങൾ എന്തായിട്ട് മാറാണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയി മാറാണ്. സോ ഇത് രണ്ടുമില്ല. 1 2 3 4.
റെഡിയാണല്ലോ? ഒരെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. 2.3 into 10⁻23. ആഹാ, എത്ര? 1 2 ഉള്ളൂ. ഇയാളെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യണോ? എത്ര വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടോ? അവരുടെ 2 3 ഒക്കെ പറയും. അത്ര മതി. എന്നാ ഇതില്ല. ഇങ്ങനെ